ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കിയെന്നറിയോ? ക്യാരറ്റ് ദോശയാണ്. ക്യാരറ്റ് ദോശ ഉണ്ടാക്കാൻ വളരെ ഈസി ആട്ടോ. എന്താണെന്നറിയോ? കുറച്ച് വലിയ ഉള്ളി വേണം, അതുപോലെ ക്യാരറ്റ്, ക്യാപ്സിക്കൻ, പിന്നെ 2-3 പച്ചമുളക്, പിന്നെ കറിവേപ്പില, മല്ലിത്തല. വലിയ ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ ക്യാരറ്റ് ഉണ്ടല്ലോ, ചീകണതിൽ ചീകിയിട്ട് മാറ്റി വെക്കണം. പിന്നെ ക്യാപ്സിക്കൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക. മല്ലിത്തലയും കറിവേപ്പിലയും നൈസായിട്ട് അരിഞ്ഞിട്ട് ഇത് മാറ്റി വെക്കുക. നമ്മൾ സാധാരണ ദോശ ഇടുന്ന പോലെ ദോശമാവ് നല്ലതുപോലെ കലക്കിയതിന് ശേഷം നമ്മൾ ദോശക്കല്ലിലാണ് ഇത് ചുട്ടെടുക്കുക. എന്നിട്ട് എന്ത് കാട്ടുക, ദോശക്കല്ല് ചുട്ട് മാവ് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക. അതിൽ ചുട്ട് പരത്തിയതിന് ശേഷം നമ്മൾ കൂട്ടി വെച്ച എല്ലാം കൂടി വെജിറ്റബിളൊക്കെ കൂടി കലർത്തി വെക്കണം. ആ കലർത്തിയത് അതിലേക്ക് ഇട്ട് 4 പുറം എല്ലാം ഇട്ടുന്ന വിധത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം പിന്നെ ചേർക്കണമെന്ന് പറയുന്നത് നെയ്യാണ്. നെയ്യ് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. അത് കട്ട പിടിച്ചിട്ടായിരിക്കണം. കാരണം എന്ന് പറയുക, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ടീസ്പൂണും കൊണ്ട് എടുത്തിട്ട് ഓരോ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നെയ്യ് സാധാരണ പോലെ തന്നെ ചൂടായി വരുമ്പോൾ അത് നല്ല എല്ലാ ഭാഗത്തേക്കും എത്തും. എന്നിട്ട് നമ്മളത് അത് ഇട്ടതിന് ശേഷം നെയ്യും കൂടി ഇട്ടിട്ട് നമ്മൾ ആ തവിയും കൊണ്ടുണ്ടല്ലോ നല്ല അമർത്തി കൊടുക്കുക. അപ്പോൾ അമർത്തുമ്പോൾ എന്ത് കാട്ടി വെജിറ്റബിളൊക്കെ ഈ ദോശയിൽ പിടിക്കും. ഇതാണ് നെയ്യ് എൻ്റെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. എന്നിട്ട് അത് അമർത്തി കൊടുത്തതിന് ശേഷം അത് നല്ല അമർത്തി എന്നിട്ട് നമ്മൾ സാധാരണ ദോശ മറിച്ചിടുന്ന പോലെ തന്നെ മറിച്ചിടുക. എന്നിട്ട് നല്ല മൊരിഞ്ഞൊന്നും വേണ്ട, മാറ്റി വെക്കുക. പിന്നെ ഇതിലേക്ക് ഏറ്റവും നല്ലതെന്നറിയുക, ചട്നിയെക്കാട്ടിലും നല്ലത് ചമ്മന്തിയാണ്. നാളികേര ചമ്മന്തിയാണ് ഞാൻ അരച്ചത്. നല്ല ടേസ്റ്റാണ്. കാരണം വലിയ ഉള്ളി 2-3 പച്ചമുളകും അതുപോലെ ഉപ്പിട്ടിട്ട് നല്ല മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് അത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചമ്മന്തി ആയിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചമ്മന്തി കൂട്ടി കഴിക്കാൻ അത് നാളികേര ചമ്മന്തിയാണ് ഏറ്റവും ഉത്തമം. പിന്നെ ഇതെന്താണെന്ന് അറിയാം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ചാൽ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത്രയും മുളകിടാതെ ഇതേപോലെ അധികം മുളകൊന്നും ഇടാതെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ നല്ല കഴിക്കും. നല്ലതല്ലേ വെജിറ്റബിൾസും നെയ്യൊക്കെ. അപ്പോൾ അത് കാരണം കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ, മറക്കരുതേ.